അഡ്വാൻസ് ബുക്കിംഗിലൂടെ പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ അവസരം. വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. പിണറായി സർക്കാർ പൗരാവകാശങ്ങൾ ലംഘിക്കുന്നുവെന്ന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MA സമദ് കുറ്റപ്പെടുത്തി. പട്ടാമ്പി മുസ്ലിം യൂത്ത് ലീഗ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പട്ടാമ്പി താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിണറായി സർക്കാർ പൗരാവകാശങ്ങൾ ലംഘിക്കുന്നുവെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MA സമദ്. പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. അതിന് കഴിയില്ലെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നും MA സമദ് പറഞ്ഞു. പിണറായിയെ CPM-കാർക്ക് ഭയമുണ്ടാകാം. പിണറായിയെ കാണുമ്പോൾ CPM-കാര് കവാത്ത് മറന്നേക്കാം. പക്ഷെ പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പറയേണ്ട കാര്യങ്ങൾ പറയാതിരിക്കാൻ മാത്രം ഭീരുക്കളല്ല മുസ്ലിം യൂത്ത് ലീഗും മുസ്ലിം ലീഗും എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. മിനിമം ഒരു കാര്യം, നിങ്ങളുടെ ക്ലിപ്പ് ഹൗസിലെ പശുവിനുള്ള രക്ഷയെങ്കിലും സുരക്ഷിതത്വമെങ്കിലും സൗകര്യമെങ്കിലും കേരളത്തിലെ മനുഷ്യർക്ക് നൽകാൻ നിങ്ങൾ തയ്യാറാക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. സാധാരണക്കാരന് നൽകേണ്ട ആനുകൂല്യങ്ങൾ സപ്ലൈകോയിൽ സാധനങ്ങളില്ല. പക്ഷെ മന്ത്രി പറയുന്നു സപ്ലൈകോയിൽ സാധനങ്ങളുണ്ട് എന്ന്. എന്നാൽ സപ്ലൈകോയിൽ പോകുന്ന മാധ്യമപ്രവർത്തകർ തന്നെ കൃത്യമായി ജനങ്ങളിൽ എത്തിക്കുന്നു, അവിടെ സാധനങ്ങളില്ല. റേഷൻ കടകളിൽ സാധാരണ മനുഷ്യർക്ക് അഭയകേന്ദ്രമാണ്, അവിടെ നേരെ ചൊവ്വേ സാധനങ്ങൾ വിതരണം ചെയ്യാൻ കഴിയുന്നില്ല. സാങ്കേതിക തകരാറ് മൂലം ദിവസങ്ങളോളം ഭക്ഷ്യവസ്തുക്കൾ കിട്ടാത്ത ദുരവസ്ഥ കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആർക്കാണ് സുഖമെന്ന് ചോദിച്ചാൽ ഭരണകൂടത്തിന്റെ തണലിൽ വിലസുന്ന മാഫിയകൾക്കും സംഘങ്ങൾക്കും മാത്രമാണ് കേരളത്തിൽ ഇപ്പോ രക്ഷയുള്ളത്. കുട്ടികൾക്ക് രക്ഷയില്ല, സ്ത്രീകൾക്ക് രക്ഷയില്ല. ഇന്നലെ നിയമസഭയിൽ KK രമ കൊണ്ടുവന്ന ഒരു സബ്മിഷൻ പോലും കേൾക്കാനുള്ള മറുപടി പറയാനുള്ള മനസ്സ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കാണിച്ചില്ല. മുസ്ലിം യൂത്ത് ലീഗ് പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച താലൂക്ക് ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MA സമദ്. മേലെ പട്ടാമ്പി കൽപ്പക ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് താലൂക്ക് ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു. ഇത് നേരിയ സംഘർഷാവസ്ഥയ്ക്കും ഇടവരുത്തി. ഇസ്മയിൽ വിളയൂർ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി CS സാജിദ് സമരത്തിനാധാരമായ വിഷയങ്ങൾ സംസാരിച്ചു. PT മുഹമ്മദ് മാസ്റ്റർ, E മുസ്തഫ മാസ്റ്റർ, അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മാറ്റാംതടം, KA റഷീദ്, KM മുജീബുദ്ദീൻ, PM സൈഫുദ്ദീൻ, K ഹംസ, MKM ഹനീഫ, TP ഹസൻ, ഷബീർ തോട്ടത്തിൽ, PKM ഷഫീഖ് പുഴയ്ക്കൽ, ഷിഹാബ് കരിമ്പുള്ളി, VK ജാസിർ, മൻസൂർ പാലത്തിങ്ങൽ, VP ഇസാൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു.